ഹലോ ദിസ് ഇസ് സി എ ഷായദ് അലി. അപ്പോൾ നമ്മുടെ IDT CA CMA ഇന്ററിന് വേണ്ടിയിട്ടുള്ള IDT റിവിഷൻ അല്ല, 100% റെഗുലർ പോലത്തെ ക്ലാസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ പ്രൊവിഷനും അതിൻ്റെ MCQസും അതിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ്. മുമ്പ് ബാക്കി ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇനിയും അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് TDSും TCSും ആണ്. നമ്മൾ GSTയിലെ TDSും TCSും നമ്മളെ ഓൾ ഇൻ വൺ ബുക്ക് അനുസരിച്ച് ചാപ്റ്റർ നമ്പർ 13 ഓൾ ഇൻ വൺ ബുക്കിൻ്റെ അനൗൺസ്മെന്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബുക്ക് ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. ഈ ബുക്ക് അത് വെച്ചിട്ടാണ്. ഇത് ആ ബുക്കിലെ ഒരു പാർട്ടാണിത്. TDS എന്നുള്ള ചാപ്റ്റർ ആണിത്. അപ്പോൾ ആ നമ്പർ ഞാൻ പറയാം: 8471280115. ഇതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. സ്റ്റഡി ക്യാബ് ബുക്സ് എന്നുള്ള അതിൻ്റെ വാട്സപ്പ് നമ്പറാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്ററിലോട്ട് കിടക്കാം. TDS ആൻഡ് TCS. ചേട്ടാ, നമ്മുടെ ഇൻകം ടാക്സിലൊക്കെ പറയുന്ന TDS ആൻഡ് TCS പോലെ തന്നെ ഇവിടെയും ഒരു TDS ആൻഡ് TCS ഉണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ TDSും TCSും സ്പെസിഫിക്കലി ഒരു എന്താ പറയുക, ചില കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ നമ്മളെ ഇൻകം ടാക്സിലൊക്കെ TDS ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, TCS ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് സെക്ഷൻ ഇല്ല. സെക്ഷൻ 51ഉം സെക്ഷൻ 52. അപ്പോൾ സെക്ഷൻ 51ൽ TDSനെ കുറിച്ച് ഈ റെലവൻറ്റ് ഏരിയ വരികയാണെങ്കിൽ TDS കളക്ട് ചെയ്യണമെന്നും, സെക്ഷൻ 52ൽ ഈ റെലവൻറ്റ് ഏരിയ വരികയാണെങ്കിൽ TCS കളക്ട് ചെയ്യണമെന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഏതൊക്കെയാണ് ഏരിയ? ഇത് ഈ ഈ ഒരു ചാപ്റ്റർ കൂടുതൽ നമുക്കൊരു MCQ പെർസ്പെക്റ്റീവിലാണ് ഇത് അധികം ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നല്ല, ചോദിക്കാതിരിക്കാം. എന്നാലും MCQ പെർസ്പെക്റ്റീവിൽ കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് ലീവ് ചെയ്യാൻ പാടില്ല. അധികം ആൾക്കാർ ലീവ് ചെയ്യാറുണ്ട്. ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ MCQ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്ത് പോകും. ഓക്കെ, എസ്പെഷ്യലി ഫോർ CMA സ്റ്റുഡൻസ്. ദെൻ അപ്പോൾ നോക്കാം. അപ്പോൾ TDSന്റെ പ്രൊവിഷൻ സെക്ഷൻ 51ലാണ് പറയുന്നത് പറഞ്ഞു. സെക്ഷൻ 51 ഓഫ് ദി CGST ആക്ട്. ഇനി എന്താണ് ഇത് പറയുന്നത്? ഞാൻ ഈ ചാനൽ എവരി ലൈൻ വായിച്ചിട്ട് തന്നെ പോകുന്നത്, പതുക്കെ പോകുന്നുള്ളൂ. ഈ ചാനൽ എവരി ലൈൻ വായിച്ചാൽ പോകുന്നത്. ഓക്കെ, ഡിഡക്ഷൻ ഓഫ് ടാക്സസ് അണ്ടർ ദി GST regime. സെക്ഷൻ 51 subsection 1 empowers the central government to make it mandatory for the following person. So mandatory for the following person. അപ്പോൾ താഴെ പറഞ്ഞ ആൾക്കാരാണ് ഡിഡക്ടർ. ഇവർ മാത്രം ഡിഡക്ട് ചെയ്താൽ മതി എന്ന് അതിൻ്റെ അർത്ഥം, ശരിയല്ലേ? ഓക്കെ, ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം ദി പേയ്മെന്റ് മെയ്ഡ് ടു ദി സപ്ലയർ ഓഫ് ദി ടാക്സബിൾ ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ്. അപ്പോൾ താഴെ പറയുന്ന ആൾക്കാർ, അതായത് അവർ വല്ല ആൾക്കാർക്ക് ഏതെങ്കിലും ഗുഡ്സോ സർവീസസോ അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വല്ല പേയ്മെന്റോ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു TDS ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ടേക്കാർ എന്ത് ചെയ്യുക, പേയ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ആ ഫോളോയിങ് പേഴ്സൺസ്? എന്തൊക്കെ നോക്കിക്കേ: സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്, ദെൻ ലോക്കൽ അതോറിറ്റി ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ്. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമല്ലേ, നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ അതിൽ പെടും, ലോക്കൽ അതോറിറ്റിയിൽ വരും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ്സോ ഏജൻസീസോ ഒക്കെ വരും. ഓക്കെ, ഇനി ഫർദർ പേഴ്സൺ ആർ ഓൾസോ നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 51 സബ്സെക്ഷൻ 1 ക്ലോസ് ഡി ടു ഡിഡക്ട് TDS നെയിംലി. ഇനി ഇത് മാത്രമല്ല, മേലെ പറയുന്ന ഒന്നുകൂടി എലോബറേറ്റ് ചെയ്ത് പറയാണ്. താഴെ പറയുന്ന ആൾക്കാരും വരും. ആരൊക്കെയാണ്? അതോറിറ്റി ഓർ എ ബോർഡ് ഓർ എനി അതർ ബോഡി സെറ്റ് അപ്പ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എനി ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ഏതെങ്കിലും അതോറിറ്റിയോ ഏതെങ്കിലും ബോഡിയോ ഏതെങ്കിലും വരും. അതുപോലെ തന്നെ പാർലമെന്റ് ആക്ട് പ്രകാരം നമ്മൾ ICAയും ICMAയും ഒക്കെ പാർലമെന്റ് ആക്ട് പ്രകാരം സെറ്റപ്പ് ചെയ്തൊരു അതോറിറ്റി, ഒരു ബോർഡാണ്. അപ്പോൾ അങ്ങനത്തതൊക്കെ അതിൽ 51% വിത്ത് 15% ഓർ മോർ പാർട്ടിസിപ്പേഷൻ ബൈ ഓഫ് ഇക്വിറ്റി ഓർ കൺട്രോൾ ടു ക്യാരി ഔട്ട് ബൈ ഫംഗ്ഷൻ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ്. എന്താ പറയുക, ഈ 51% ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. അപ്പോഴല്ലേ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എ ലോക്കൽ അതോറിറ്റി. ഈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സൊസൈറ്റി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി സൊസൈറ്റി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSU. സോ ഇവർക്കാണ് TDS ഡിഡക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. വേറെ ആർക്കും എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ഇവിടെ വന്നു. പ്രൈവറ്റ് സെക്ടർ TDS ഡിഡക്ട് ചെയ്യോ? ഇല്ല. അതായത് ഞാൻ ഒരു സപ്ലയർ ആണ്. ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റിക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസിലോട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ ഞാൻ വല്ല സപ്ലൈ നടത്തി കഴിഞ്ഞാൽ, ആ സപ്ലൈ നടത്തുമ്പോൾ അവരെനിക്ക് പേയ്മെന്റ് തരൂലേ? ആ പേയ്മെന്റ് തരുമ്പോൾ ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ടേക്കാരം എനിക്ക് പേയ്മെന്റ് തരിക എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ദിസ്. സിംപിളി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ TDS പ്രൊവിഷൻ അണ്ടർ GST ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ഈ പറഞ്ഞ പേഴ്സൺസ്, അതായത് സിംപിളി ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അവരാണ് ഡിഡക്ടർ. ഡിഡക്റ്റ് ആരും ആവാം, സപ്ലയർ ആരും ആവാം, അത് പ്രശ്നമൊന്നുമില്ല.
പക്ഷേ ദർ ഈസ് സം അതർ കണ്ടീഷൻ. എപ്പോഴും DDS വരുമോ? എത്ര ശതമാനം DDS കട്ട് ചെയ്യണ്ടേ? ഈ DDS കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താ ആദ്യമായിട്ട് ചെയ്യുക? ഇതൊക്കെയാണ് ഈ ബാക്കി പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് DDS കഴിഞ്ഞ്, അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. ഇനി താഴെ കുറച്ചും കൂടി അഡീഷണൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാം. കാറ്റഗറീസ് ഓഫ് പേഴ്സൺ നോട്ട് ലയബിൾ ടു ഡിഡക്ട് TDS. താഴെ പറയുന്ന കേസസിൽ TDS ഡിഡക്ട് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡിഡക്ട് ചെയ്യേണ്ടാത്ത കേസ്? ജസ്റ്റ് നോക്കിയാൽ മതി. ടാക്സ് ഇസ് നോട്ട് ലയബിൾ ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇൻ ദി ഫോളോയിങ് കേസസ്. 3 കേസ് പറയുന്നുണ്ട്. ഒന്നെന്താ? വെൻ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആർ സപ്ലൈഡ് ടു അതോറിറ്റീസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ പറയുന്ന കേസിലുള്ള അവർക്കാണ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ TDS കട്ട് ചെയ്യില്ല. സോ മിനിസ്ട്രി ഓഫ് ഡിഫൻസിക്കാണ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ TDS കട്ട് ചെയ്യില്ല മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അതർ ദാൻ അതോറിറ്റി സ്പെസിഫൈഡ് അനക്ഷറ ഒന്നും വേണ്ട, ആൻഡ് ദർ ഓഫീസേഴ്സ്. 3 മതി. അപ്പോൾ അനക്ഷർ എയിൽ പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓഫീസൊന്നും പാടില്ല. ജസ്റ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്കുള്ള എന്തെങ്കിലും സപ്ലൈസ് നടത്തുകയെന്നുണ്ടെങ്കിൽ വരില്ല. അനക്ഷർ എ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. വെൻ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആർ സപ്ലൈഡ് ഫ്രം എ PSU ടു അനദർ PSU വെദർ ഓർ നോട്ട് എ ഡിസ്റ്റിങ് പേഴ്സൺ. സോ PSU ടു PSU, ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിന്ന് മറ്റൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്ക് തമ്മിൽ ട്രാൻസാക്ഷൻ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് വരില്ല? TDS വരില്ല. PSU ടു അനദർ PSU. ഓക്കെ, TDS കട്ട് ചെയ്യില്ല. നെക്സ്റ്റ്. Okay, next. Whether supply of goods or services or both take place between one person to another person specified under clause A, B, C, D of section 51 subsection 1. മേലെ പറഞ്ഞ A, B, C, Dയിൽ പറയുന്ന ആരെങ്കിലും അവർ തമ്മിൽ അങ്ങോട്ട് വല്ല സപ്ലൈ നടത്തുകയാണെങ്കിൽ ആ കേസിൽ എന്ത് വരില്ല? TDS കട്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് വല്ല ട്രാൻസാക്ഷൻ സപ്ലൈ നടത്തുകയാണെങ്കിൽ മേലെ പറഞ്ഞ് ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്, ഒരു ലോക്കൽ അതോറിറ്റി മറ്റൊരു ലോക്കൽ അതോറിറ്റി സപ്ലൈ നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് വരില്ല? TDS വരില്ല. അത്രേ ഉള്ളൂ. സോ TDS വരാത്ത കേസ് ഏതാണെന്നുള്ളത് പഠിച്ച്. അടുത്തത്, the provision of section 51 are applicable only to such authority or any other body set up by an act of parliament. അവിടെ പറയുന്ന 51% കേസ് അത് ഇക്വിറ്റി കൺട്രോൾ ചെയ്തിരിക്കേണ്ടത് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞതിന് സർക്കുലർ ആയിട്ട് പറഞ്ഞതാണ് മുമ്പ്. 51% ഓർ മോർ പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഡിഡക്ടീസ്. ആരാണ് ഡിഡക്ടീസ്? ദാറ്റ് മീൻസ് ഏത് കേസിലാണ് ഇത് ഡിഡക്ട് ചെയ്യാന്നുള്ളത്. ഡിഡക്ടർ ആരാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഏത് കേസിലാണ് ഇത് ഡിഡക്ട് ചെയ്യാന്ന് ചോദിക്കുന്നത്. ഞാൻ ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാമിൻ്റെ തലേന്ന് കുറച്ചൊന്ന് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, എക്സീഡ്സ് 2,50,000. അതായത് ഞാൻ സപ്ലൈ ചെയ്യുന്ന വാല്യൂ, ഞാനാണല്ലോ സപ്ലയർ, ഞാൻ ലോക്കൽ അതോറിറ്റി മുനിസിപ്പാലിറ്റിക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സപ്ലൈ ചെയ്യുന്ന വാല്യൂ 2,50,000 എബവ് ഉള്ള സാധനമാണെങ്കിൽ മാത്രമേ ഞാൻ ഡിഡക്ട് ചെയ്യുള്ളൂ. അതായത് എപ്പോഴേ ഡിഡക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യില്ല. അപ്പോൾ 2,20,000 ഒരു സപ്ലൈ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ എമൗണ്ട് എനിക്ക് അവർ പേയ്മെന്റ് തരുമ്പോൾ TDS കട്ട് ചെയ്യൂല. Okay, the deductees are supplier whose total value of supply of taxable goods and or services under a contract exceeds 2,50,000. Exclusive of GST and cess as per the invoice. That means taxable value ആട്ടാ. GST including GST അല്ല, excluding GST ആണ്. Excluding GST 2,50,000. അതായത് taxable value. Excluding ആണ്, excluding GST ആണ്. GST include ചെയ്യാം. GST cess ഒന്നും include ചെയ്യാതെ 2,50,000 ക്രോസ് ചെയ്താൽ മാത്രമേ 2,50,000 എക്സീഡ് ആണ്. 2,50,000 കറക്റ്റ് അല്ല. 2,50,000 കറക്റ്റ് ആണെങ്കിൽ വരില്ല. 2,50,000 എക്സീഡ് ചെയ്താൽ മാത്രമേ TDS അപ്ലിക്കബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, TDS വിൽ ബി ഡിഡക്റ്റഡ് ഇവൻ ഇഫ് എ സപ്ലയർ ഇസ് എ കോമ്പോഷൻ. ഇപ്പം ഞാനൊരു കോമ്പോഷൻ ടാക്സ് പെയർ ആണെങ്കിലും TDS കട്ട് ചെയ്യും. അങ്ങനെ കോമ്പോഷൻ ടാക്സ് പെയർ ആണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി എത്രയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എത്ര പെർസെൻറ്റേജാണ് കട്ട് ചെയ്യുക എന്നുള്ളത്? 1% CGSTയും 1% SGSTയും. അപ്പോൾ മൊത്തത്തിൽ 2%. അപ്പോൾ ഇത് പല ആൾക്കാർക്കും സംശയമാണ്. പല ആൾക്കാരും വിചാരിക്കുന്നത് TDS റേറ്റ് ഈസ് 1% എന്നാണ്. TDS റേറ്റ് 1% തന്നെയാണ്. CGST 1% ആണ്. ഓഫ് കോഴ്സ് 1% എന്തുണ്ടാവും? SGST ഉണ്ടാവും. ഓക്കെ, ശരിയല്ലേ? 1% CGST, 1% SGST ഉണ്ടാവും. അതായത് 2% IGST. പല ആൾക്കാരും തെറ്റിച്ചിട്ട് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1% ആണ് ടോട്ടൽ എന്ന് എഴുതി വെക്കാറുണ്ട്. ശ്രദ്ധിക്കണം, അത് ഇങ്ങനെ ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് CGST ആക്ട് പ്രകാരം TDS എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 1%, IGST പ്രകാരം TDS എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 2%. ഇനി ടോട്ടൽ TDS എത്ര കളക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2%. ഓക്കെ, അത് സെപ്പറേറ്റ്ലി പറയണം. 1% CGST, 1% IGST, സോറി 1% SGST. ഓക്കെ, ഇനി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് അടുത്ത് പറയുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ചില ആൾക്കാർക്ക്. വെൻ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറുടെ ലൊക്കേഷൻ. ഓക്കെ, അതായത് എൻ്റെ ലൊക്കേഷൻ, ഞാനാണല്ലോ സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റിക്ക്. as well as the place of supply in a state territory which is different from the state or union territory of registration of the recipient. So supplier location, okay, supplier location as well as the place of supply in a state or union territory which is different from the state of എന്താ പറയുക, place of supply സപ്ലൈൻ്റെ സ്ഥലവും ഒരു സ്ഥലത്ത്, റെസിപ്പിയന്റിന്റെ പ്ലേസ് വേറെ സ്ഥലത്ത്, ലൊക്കേഷൻ. സോ എന്തൊക്കെയാണ് ലൊക്കേഷൻ, സപ്ലൈയുടെ ലൊക്കേഷൻ, പ്ലേസ് ഓഫ് സപ്ലൈയും ഒരു സ്ഥലത്താണ്, റിസീപ്പിന്റെ ലൊക്കേഷൻ വേറെ സ്ഥലത്താണെങ്കിൽ അവിടെ എന്ത് വരില്ല? TDS വരില്ല.
ഇനി ഇതിന്റെ ഈ പറഞ്ഞ സാധനത്തിന്റെ എക്സ്പ്ലനേഷൻ, പക്കാ എക്സ്പ്ലനേഷൻ, ദാറ്റ് മീൻസ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് താഴെ പറയുന്നത്. ഓരോരോ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സപ്ലയർ, പ്ലേസ് ഓഫ് സപ്ലൈ, റിസീപ്റ്റന്റ് ആണ് സെയിം, എല്ലാതും സെയിം സ്റ്റേറ്റിലാണ് കൂട്ടാം. ഇറ്റ് വുഡ് ബി ആൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ശരിയല്ലേ? നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇന്റർ സ്റ്റേറ്റ് ആണോ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാ? റെസിപ്പിയന്റിന്റെ സപ്ലൈയുടെ ലൊക്കേഷൻ വെച്ചിട്ടല്ല, നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ചാണ് നോക്കുക. സോ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ച് നോക്കുമ്പോൾ സപ്ലൈയുടെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈയും സെയിം സ്റ്റേറ്റിലായതുകൊണ്ട് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. സോ ടി ഡി എസ് കട്ട് ചെയ്യുന്നത് സെൻട്രലും സ്റ്റേറ്റ് ആയിട്ടേക്കാരം ടി ഡി എസ് കട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പോസിബിൾ ഫോർ ദ സപ്ലയർ, ദാറ്റ് ഈസ് ഡിഡക്ടി, ടു ടേക്ക് ക്രെഡിറ്റ് ഓഫ് ടി ഡി എസ് ഇൻ ദിസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ശരിയല്ലേ? അപ്പം ഈ റെസിപ്പന്റ് ആ പേയ്മെന്റ് കട്ട് ചെയ്യുമല്ലോ, കട്ട് ചെയ്യുന്നത് ഏതിലായിരിക്കും കട്ട് ചെയ്യുക? CGST SCST കട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് സപ്ലയറായി എനിക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ എളുപ്പമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം സെയിം സ്റ്റേറ്റിലെ ടി ഡി എസ് ക്രെഡിറ്റ് ലിങ്ക് കിട്ടുന്ന പ്രശ്നമില്ല. ഇനി ഇതേ സാഹചര്യം GST കട്ട് ചെയ്യുന്ന ഇൻപുട്ടിന്റെ കേസിലും ഉണ്ട്. നമ്മൾ ആ സ്ഥലത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ഇൻപുട്ട് ടാക്സിലാണ് പഠിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടില്ല. ഇൻപുട്ട് ടാക്സിന്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നോക്കും. സപ്ലയർ ആസ് വെൽ ആസ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ഡിഫറൻറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ സപ്ലയർ ഡിഫറൻറ്റ് സ്റ്റേറ്റ് ആണ്, പ്ലേസ് ഓഫ് സപ്ലൈയും ഡിഫറൻറ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഓഫ് കോഴ്സ് IGST ആണ് ഇവിടെ വരിക. സോ ഇൻ സച്ച് കേസ് IGST വുഡ് ബി ലെവിഡ്. TDS വുഡ് ബി ഡിഡക്റ്റഡ് വുഡ് ബി TDS ടു ബി ഡിഡക്റ്റഡ് വുഡ് ബി integrated tax IGST, and it will be possible for the supplier to take credit of TDS in his electronic. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് TDS ആണ്. TDS കട്ട് ചെയ്യുന്നത് എന്ത്? IGST ആയിരിക്കും. സോ IGST എനിക്ക് എന്ത് ചെയ്യാം? TDS ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനിയാണ് പ്രശ്നം. ഇത് രണ്ടും പ്രശ്നവും ഇല്ല. ഇനി പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ ആസ് വെൽ ആസ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ സെയിം സ്റ്റേറ്റ്. സപ്ലയർ കേരളത്തിൽ, പ്ലേസ് ഓഫ് സപ്ലൈയും കേരളയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ശരിയല്ലേ? ഞാൻ സപ്ലൈ ചെയ്യുന്നത്, എൻ്റെ ലൊക്കേഷൻ കേരളയാണ്, ഞാൻ സപ്ലൈ ചെയ്തത് കേരളത്തിലാണ്. ഓക്കെ, സെയിം സ്റ്റേറ്റാണ്. സോ ഓഫ് കോഴ്സ് ഇൻട്രാ സ്റ്റേറ്റാണ്. ഇൻട്രാ സ്റ്റേറ്റ്. അപ്പോൾ റിസീപ്റ്റന്റ് എന്താ? സ്റ്റേറ്റ് ബിയിലാണ്. സ്റ്റേറ്റ് ബി എന്ന് പറയുമ്പോൾ വേറെ സ്റ്റേറ്റിലാണ്, അതായത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് വേണ്ടി എന്താ ചെയ്തത്? പക്ഷേ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്? ഇവിടെ ചെയ്തത്. പ്ലേസ് ഓഫ് സപ്ലൈ ഇവിടെയായിരുന്നു, കേരളത്തിലാണ്. സോ ഇൻട്രാ സ്റ്റേറ്റ് ആണ് വരിക. ദ സപ്ലൈ വുഡ് ബി ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഓഫ് കോഴ്സ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അല്ലേ? CGST ആൻഡ് SGST വുഡ് ബി ലെവിഡ്. CGST SGST ആയിക്കാനും ലെവി ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇൻ സച്ച് കേസ് ട്രാൻസ്ഫർ ഓഫ് TDS സെൻട്രൽ ടാക്സ്, ഓക്കെ, പ്ലസ് സ്റ്റേറ്റ് ടാക്സ് ഓഫ് സ്റ്റേറ്റ് ബി. അവരുടെ സ്റ്റേറ്റ് ടാക്സ് നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ടാക്സ് കിട്ടിയിട്ട് എന്താ കാര്യം? ടു ദി ക്യാഷ് ലെഡ്ജർ ഓഫ് ദി സപ്ലയർ വുഡ് ബി ഡിഫിക്കൽട്ട്. അത് ഡിഫിക്കൽട്ടാണെന്നാ പറയുന്നത്. മനസ്സിലായോ? സോ ഇത് ഇത്രയും ഭയങ്കര ഡീപ്പായിട്ട് പോകണമെന്നല്ല, ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. റിസീപ്റ്റന്റ് വേറെ സ്ഥലത്തും സപ്ലൈറും പ്ലേസ് ഓഫ് സപ്ലൈ ഒരു സ്ഥലത്താണെങ്കിൽ TDS കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ പോയിന്റ്. അതിന്റെ എക്സ്പ്ലെയിൻ ഇത് പല ആൾക്കാർക്ക് അറിയില്ല, എന്തുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. അതിന്റെ സ്പെസിഫിക് റീസൺ ഉണ്ട്. കാരണം അവരുടെ TDS ക്രെഡിറ്റ്, അവിടുത്തെ തമിഴ്നാടിന്റെ SGST കിട്ടിയിട്ട് എന്താ കാര്യം? SGST TDS നമുക്ക് അവിടെ ആ ബേസിലല്ലേ കട്ട് ചെയ്യുക. അതിന്റെ SGST ക്രെഡിറ്റ് നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? TDS could not be deducted. ഇതേ കേസ് ഒരു നമ്മളെ ഈ ITCയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അപ്പം നോക്കാം. അത് ഇതേ കേസ് തന്നെയാണ്. ഇത് ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂല. സോ അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രാ രജിസ്ട്രേഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഓക്കെ, സോ സിമ്പിളായിട്ട് ഒറ്റ കാര്യം മനസ്സിൽ വിചാരിച്ചാൽ മതി. സപ്ലൈകളും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരു സ്റ്റേറ്റിൽ, റിസീപ്റ്റന്റ് മറ്റൊരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? TDS കട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ വേറെ ഏത് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുമോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ഇതിന്റെ ചാർട്ട് ബേസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സപ്ലയർ, പ്ലേസ് ഓഫ് സപ്ലൈ, സപ്ലയർ സ്റ്റേറ്റ് ചെയ്യുക, പ്ലേസ് ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ചെയ്യുക, റിസീപ്റ്റന്റും സ്റ്റേറ്റ് ചെയ്യുക. ഇൻട്രാ സ്റ്റേറ്റ് ആണ് TDS സപ്ലൈ, കുഴപ്പമൊന്നുമില്ല. സപ്ലയർ സ്റ്റേറ്റ് ചെയ്യുക, പ്ലേസ് ഓഫ് സപ്ലൈ സ്റ്റേറ്റ്. സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും സെയിം സ്റ്റേറ്റ് ആണ്. റിസീപ്റ്റന്റ് വേറെ സ്റ്റേറ്റ് ആണെങ്കിൽ TDS വിൽ നോട്ട് ബി അപ്ലിക്കബിൾ. ഇത്ര പഠിച്ചാൽ മതി. ഈ സാധനം മാത്രം മതി. സപ്ലയർ സ്റ്റേറ്റ് ചെയ്യാണ്, പ്ലേസ് ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ബി ആണ്, ദെൻ ഇന്റർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ TDS അപ്ലിക്കബിൾ ആണ്. ഇത്രേ ഉള്ളൂ സംഭവം നമ്മൾ പഠിച്ചത്. ഇനി വാല്യൂ സപ്ലൈ, ദാറ്റ് മീൻസ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണോ എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് ആണോ നോക്കുക എന്നുള്ളത്. എമൗണ്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ദി എമൗണ്ട് എക്സ്ക്ലൂഡിംഗ് എന്താ? CGST. എക്സ്ക്ലൂഡിംഗ് GST ആൻഡ് സെസ് എലമെന്റ് ആണ് ഇറ്റ്സ് ദ വാല്യൂ ഓഫ് സപ്ലൈ. ഇതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക? TDS കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ TDS കട്ട് ചെയ്തത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ മുനിസിപ്പാലിറ്റി കട്ട് ചെയ്ത TDS എന്ത് ചെയ്യണം? പിടിച്ചെക്കാൻ പറ്റില്ല, ഡെപ്പോസിറ്റ് ചെയ്യണം. എന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം? MCQ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആണ്. ബൈ 10th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അതായത് ഞാൻ ഏപ്രിൽ മാസം വല്ലതും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയ് 10ാം തീയതിക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് 18% പെർ ആനം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നാണ്. TDS കട്ട് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ആ ഡിഡക്ടറാണ് ഇഷ്യൂ ചെയ്യാം. TDS സർട്ടിഫിക്കറ്റ് ഇസ് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ് ബൈ ഡിഡക്ടർ. ഫോർമാറ്റിന്റെ പേര് പഠിച്ചു. MCQ പെർസ്പെക്റ്റീവിൽ GSTR 7A ടു ബി ഡിഡക്റ്റബിൾ. ആ ഒരു ഫോർമാറ്റിൽ TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി TDSന് വേറെ സെപ്പറേറ്റ് റിട്ടേൺ ഉണ്ടോ? ഇപ്പോൾ GSTR 1, 3B എന്നൊക്കെ പറഞ്ഞ പോലെ TDSന് വേറെ റിട്ടേൺ ഉണ്ടാ? ആ മന്ത്ലി റിട്ടേൺ ഉണ്ട്. GSTR 7 എന്നാണ് റിട്ടേണിന്റെ പേര്. പഠിച്ചു വെച്ചോ. MCQ പെർസ്പെക്റ്റീവിൽ ടു ബി ഫർണിഷ്ഡ് ഓൺ ഓർ ബിഫോർ 10th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അതായത് ഏപ്രിൽ മാസത്തെ റിട്ടേൺ, മെയ് മാസം
10ാം തീയതിക്കുള്ളിൽ ചെയ്യണം GSTR7. The deductees can take this amount of TDS as credit in his electronic cash ledger. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ TDS കട്ട് ചെയ്തത് ഞാനൊരു സപ്ലയർ ഗവൺമെൻറ് എൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുമല്ലോ, എനിക്കത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ എടുക്കാം, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, TDS കഴിഞ്ഞു. ചെറിയ ലാസ്റ്റ് ഒരു ചെറിയ പോയിന്റ്, ഒരു സമ്മറൈസ് പോയിന്റ് കൂടി പറയാനുള്ളൂ. വെൻ ടാക്സ് ഡിഡക്ഷൻ ഈസ് നോട്ട് റിക്വയർഡ് ടു മെയ്ഡ് അണ്ടർ GST. ടാക്സ് ഡിഡക്ഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഇതൊരു സമ്മറിയാണ്. ടാക്സ് ഡിഡക്ഷൻ വേണ്ടാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെ? ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ 2 ലക്ഷത്തിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ then contract value 2.5 lakh for both taxable and exempt supply, but value of taxable supply under the contract less than 2.5 lakh. അതായത് ഇപ്പോൾ ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈയും രണ്ടും കൂടി നോക്കുമ്പോൾ 2.5 ലാഖിൻ്റെ മുകളിലാണ്. ഓക്കെ, പക്ഷെ ടാക്സബിൾ സപ്ലൈ മാത്രം നോക്കുമ്പോൾ എത്രയേ ഉള്ളൂ? 2.5 ലാഖിൻ്റെ താഴെയാണ്. സോ അതിന് വരൂല എന്നാണ് പറഞ്ഞത്. ദെൻ റിസീറ്റ് ഓഫ് സർവീസസ് വിച്ച് ആർ എക്സം ഫ്രം GST. ഈ എക്സംപ്റ്റഡ് റിസീപ്റ്റ് ഓഫ് സർവീസസ് വിച്ച് ആർ എക്സംപ്റ്റഡ് ആയിട്ടുള്ള എക്സംപ്റ്റഡ് സർവീസസിന് GST വരുമോ? അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സിന് GST ഉണ്ടോ? ഇല്ല. അതുപോലെ TDS വരുമോ? TDS വരൂല. അത്രേ ഉള്ളൂ. receipt of services which are exempted from GST, receipt of goods which are exempted from GST. Exempted supply എന്തില്ല, TDS കട്ടിയില്ല. ഗുഡ്സ് ഓൺ which GST is not leviable. GST ഇല്ലാത്ത ഐറ്റംസിന് TDS കട്ട് ചെയ്യോ? ഈ 5 പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ TDS കട്ട് ചെയ്യോ? ഇല്ല. ബട്ട് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ സ്റ്റേറ്റ് ആൻഡ് റെസിപ്പിയന്റ് ഈസ് അതർ. വേറെ എന്നുണ്ടെങ്കിൽ വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഷെഡ്യൂൾ 3 എല്ലാ ഐറ്റംസിന്റെ TDS കട്ട് ചെയ്യോ? ഇല്ല. വേർ ദ ടാക്സ് ഇസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബൈ ദ റെസിപ്പിയന്റ്. റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ്, അതായത് ഡിഡക്ടർ പേ ചെയ്യേണ്ട കേസാണ്. അങ്ങനെയാകുമ്പോൾ TDS കട്ട് ചെയ്യോ? ഇല്ല. ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ റെസിപ്പിയന്റ്, സപ്ലയർ ഞാനല്ലേ, റെസിപ്പിയന്റ് ആണ് ടാക്സ് പേ ചെയ്യുന്നത് റിവേഴ്സ് ചാർജ് ബേസിൽ. അതായത് മുനിസിപ്പാലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വരുമോ? വരൂല. വെൻ ദി പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് സപ്ലയർ, അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ വരൂല. വെൻ ദി പേയ്മെന്റ് റിലേറ്റഡ് ടു സെസ് കോമ്പണന്റ്, സെസ് കോമ്പണന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേയ്മെന്റ് ആണെങ്കിൽ വരൂല. അതിന്റെ മുകളിലൊന്നും TDS വരൂല. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ TDSന്റെ എല്ലാ പ്രൊവിഷനും നോക്കി ജസ്റ്റ് വി ക്യാൻ ഈസിലി സമ്മറൈസ് ചെയ്യാം. ഒന്ന്, ഇത് ആർക്കാണ് അപ്ലിക്കബിൾ? TDS വിൽ ബി അപ്ലിക്കബിൾ സെക്ഷൻ 51 എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ഓൺ ദി ഗവൺമെന്റ് ആൻഡ് ഡിഡക്ടേഴ്സ്. ഗവൺമെന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏജൻസീസ്, PSU 51% അബോ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒക്കെയാണ് വരിക. ദെൻ ഇത് ഒരു മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ പറഞ്ഞ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി അപ്ലിക്കബിൾ. TDS വരില്ല. PSU ടു PSU TDS വരില്ല. ദെൻ അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ എന്താ പറയുക ഗവൺമെന്റ് ഏജൻസീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അപ്പോഴും TDS വരില്ല, TDS കട്ട് ചെയ്യില്ല. ദെൻ 2,50,000 എക്സീഡ് ചെയ്താലാണ് TDS കട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് സപ്ലൈ, അതായത് ടാക്സബിൾ വാല്യൂ ആണ്. GST ഇല്ലാതെ വാല്യൂ ഓഫ് സപ്ലൈ 2 ലക്ഷത്തിന് മുകളിൽ എക്സീഡ് ചെയ്താൽ മാത്രമാണ് TDS ഡിഡക്ട് ചെയ്യുക. എത്ര ശതമാനം TDS ഡിഡക്ട് ചെയ്യുക? 1% CGST, 1% SGST, അതായത് 2% IGST. ദെൻ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരു സ്റ്റേറ്റിലും ആൻഡ് റെസിപ്പിയന്റിന്റെ പ്ലേസ് വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ TDS കട്ട് ചെയ്യില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ നോക്കിയത്. ദെൻ അതിനുശേഷം വാല്യൂ ഓഫ് സപ്ലൈ പറഞ്ഞു. പിന്നെ എന്നാണ് അതിന്റെ TDS കട്ട് ചെയ്ത് എന്നാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? 10th നെക്സ്റ്റ് മന്തിലെ 10th ഡെപ്പോസിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് 18% ആണ് വരിക. ദെൻ TDS സർട്ടിഫിക്കറ്റ് GSTR7A ഇഷ്യൂ ചെയ്യണം. മന്ത്ലി റിട്ടേൺ ആയിട്ട് GSTR7. ഇതാരും ചെയ്യേണ്ടത്? ഡിഡക്ടർ ആയിട്ട് ചെയ്യേണ്ടത്. ഡിഡക്ടർ GSTR7 ഫയൽ ചെയ്യണം 10th നെക്സ്റ്റ് മന്തിൻ്റെ ഉള്ളിൽ. ദെൻ ഈ TDS കട്ട് ചെയ്തത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റെസിപ്പിയന്റ് അല്ല, സപ്ലൈറുടെ എൻ്റെ ഏതിലാണ് കയറി വരിക? ഇലക്ട്രോണിക് ക്യാഷ് രജിസ്റ്ററിൽ. എനിക്ക് അത് എടുക്കാനുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡയറക്റ്റ്ലി കയറി വരില്ല, നമ്മളത് ക്ലെയിം ചെയ്തെടുക്കണം. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ പഠിക്കുന്നത് അപ്പോൾ സിമ്പിൾ പ്രൊസീജിയറാണ്. അതിൽ കയറി വന്നിട്ടുണ്ടാവും, നമ്മളത് എടുക്കണം, നമ്മൾ ക്ലെയിം ചെയ്തെടുക്കണം. ഓക്കെ, ദെൻ വരാത്ത സാഹചര്യങ്ങളിൽ ഒരു സമ്മറൈസ് ചെയ്ത് ലാസ്റ്റ് വരും. ദാറ്റ്സ് ഓൾ അബൌട്ട് TDS മാൻ. ഇത്രേ ഉള്ളൂ. ഇതിലപ്പുറം TDSലൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് TCS ആണ് സെക്ഷൻ 52. TDS പറഞ്ഞ് നമ്മൾ ആർക്കാണ് ഇത് അപ്ലിക്കബിൾ? സ്പെസിഫിക്കലി ഒരു ടീമിന് അപ്ലിക്കബിൾ, ഗവൺമെന്റിന്റെ കേസിൽ. അതുപോലെ തന്നെ TCS ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു ഹൂം? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. അതായത് TCS കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലേ, ഇവരല്ലേ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ. സോ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഇവരെയാണ് TCS കളക്ട് ചെയ്യുക. ആരെയൊക്കെ നേക്കാരം കളക്ട് ചെയ്യടാ? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സപ്ലൈയിൽ ഒരുപാട് ആൾക്കാർ സെല്ലേഴ്സ് ഇല്ലേ, ആ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുക? TCS കളക്ട് ചെയ്യുക. അത്രയുള്ള സംഭവം. വായിച്ചു നോക്കാം. എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ നോട്ട് ബീങ് ആൻ ഏജന്റ് ഹാസ് ബീൻ മാൻഡേറ്റഡ് ടു കളക്ട് TCS ഫ്രം ദി നെറ്റ് വാല്യൂ ഓഫ് സർവീസ് സപ്ലൈ. ഏതിനാ കളക്ട് ചെയ്യേണ്ടത്? ഏത് എമൗണ്ട് വന്ന നെറ്റ് വാല്യൂ ഓഫ് ടാക്സിബിൾ സപ്ലൈസ്. whenever the ICO collects the consideration on behalf of the supplier. സപ്ലയറെ കയ്യിൽ നിന്ന് കൺസിഡറേഷൻ കളക്ട് ചെയ്യുമല്ലോ, ആ എന്താ പറയുക ബിഹാഫ് ഓഫ് സപ്ലൈയുടെ ബിഹാഫിൽ. എടാ ഞാനാണ് ഇപ്പോൾ സപ്ലയർ, കൊമേഴ്സിൽ ഫ്ലിപ്കാർട്ട് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ പൈസ ആരെ കളക്ട് ചെയ്യുക? ഈ സാധനം വാങ്ങുന്ന ആളെടുത്ത് നിന്ന്, ബയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഈ ഫ്ലിപ്കാർട്ടിലൂടെ സാധനം വാങ്ങുമ്പോൾ ആരെ കളക്ട് ചെയ്യുക?
ആമസോണോ ഫ്ലിപ്കാർട്ടോ കളക്ട് ചെയ്യുക, ശരിയല്ലേ? അത് കളക്ട് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, റെമിറ്റ് ചെയ്യാം. സോ അങ്ങനെ റെമിറ്റ് ചെയ്യുന്ന ആ സമയത്താണ് എന്ത് ചെയ്യുക, TCS എക്സ്ട്രാ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ അങ്ങനെ TCS അപ്ലൈ ഹിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ TCS എത്ര ശതമാനം? 0.5% GST, 0.5% SGST, അതായത് 1%. അപ്പോൾ TDS റേറ്റ് നമ്മൾ നേരത്തെ പഠിച്ച എത്രയായിരുന്നു? 2% ആയിരുന്നു ടോട്ടൽ. TCS എത്ര പെർസെൻറ്റേജാണ്? 1% ആണ്. ശ്രദ്ധിക്കണേ, CGST ആക്ട് പ്രകാരമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. ടോട്ടലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ എഴുതണം. ഓക്കെ, നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് നോട്ടിഫൈഡ് by all registered, that means total value of taxable supply. ഇവിടെ നമ്മൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ചാർജ് ഓഫ് GST പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ചാർജ് ഓഫ് GST എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, മൈനസ് എന്ത് മൈനസ് ചെയ്യുക? ടാക്സബിൾ സപ്ലൈസ് റിട്ടേൺ ടു സപ്ലൈസ്, അതായത് ടോട്ടൽ സപ്ലൈ എന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യുക. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ നടത്തിയ, ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മാസം നടന്ന മൊത്തം സെയിലില്ലേ, മൊത്തം സെയിൽ, എൻ്റെയിലൂടെ വന്ന സെയിൽ, അതിൽ നിന്ന് റിട്ടേൺ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി എത്ര ഉണ്ടോ അതാണ് നെറ്റ് വാല്യൂ. ആ നെറ്റ് വാല്യൂവിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക? TCS അപ്ലൈ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ്, അതിൽ ഈ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രത്യേകത ഉണ്ട്. അതിൽ TCS വരില്ല. അതിലുള്ള സംഭവങ്ങൾക്കൊന്നും TCS അപ്ലിക്കബിൾ ആവില്ല. അതിന് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറയുന്ന ഐറ്റംസ്, അവിടെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ കേസ്, അവിടെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ് ഡയറക്ട്ലി ടാക്സ് അടക്കുക. അതാണ് അവിടുത്തെ പ്രൊവിഷൻ. അപ്പോൾ അത് റെസ്പെക്റ്റീവ് ചില നോട്ടിഫൈഡ് സർവീസസ് ആണ്. അപ്പോൾ ആ നോട്ടിഫൈഡ് സർവീസ് ഏതൊക്കെ നമ്മൾ പഠിക്കണം, അത് പിന്നെ പഠിക്കാം. ജസ്റ്റ് 9 സബ്സെക്ഷൻ 5 എന്തായാലും TCS വരില്ല. ആ കേസിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വരുന്ന കേസ് തന്നെയാണ്, പക്ഷേ അതിൽ വരില്ല. നമ്മൾ പഠിക്കും പിന്നീട്. ഓക്കെ, അതായത് ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ നോക്കിയാൽ മതി. ഫ്ലിപ്കാർട്ട് ആമസോണിൽ കൂടെ വിൽക്കുന്ന ടോട്ടൽ സെയിൽസ്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ വിൽക്കുന്ന ടോട്ടൽ സെയിൽസ് നെറ്റ് റിട്ടേൺസ് മൈനസ് ചെയ്തിട്ടുള്ളതാണ് നെറ്റ്. ഓക്കെ, ഫർദർ ദ വാല്യൂ ഓഫ് സപ്ലൈ ഷാൾ ഇൻക്ലൂഡ് ഓൾ ടാക്സസ് അതർ ദാൻ എന്ത് GST. വാല്യൂ ഓഫ് സപ്ലൈ പോലെ തന്നെ ടാക്സബിൾ വാല്യൂ എടുക്കുക. GST നോക്കണ്ട, GST സെസ്സും വരില്ല. ദെൻ ഈ കളക്ട് ചെയ്ത TCS ഡെപ്പോസിറ്റ് ചെയ്യണോ? യെസ്, TDS പോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 10th ഓഫ് ദി നെക്സ്റ്റ് മന്ത് ആണ്. MCQ പെർസ്പെക്റ്റീവിൽ ഓർത്ത് വെക്കുക, 10th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണ്ടോ? യെസ്, അവിടെ GSTR 7 ആയിരുന്നു, ഇവിടെ GSTR 8 ആണ്. ഓർത്ത് വെക്കുക 10th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അതുപോലെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഇടുന്നവർക്ക് 9B ആണ്. ഓൺ ഓർ ബിഫോർ 31st ഡിസംബറിൽ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. Further, the CEO shall not be allowed to furnish GSTR after the expiry of a period of 3 years from the due date of furnishing. ഇത് CEO എന്നല്ല കേട്ടോ, ഇക്കോ എന്നാണ്. ഇക്കോ മാറിയതാണ്. ഓക്കെ, ഇക്കോ. Further, the ICO shall not be allowed to furnish GSTR rate after the expiry of a period of 3 years from the due date of furnishing the state statement except with the government laws. അതായത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ 3 വർഷമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അലോ ചെയ്യുക, തീരെ ഫയൽ ചെയ്യാൻ സമ്മതിക്കില്ല, എക്സെപ്റ്റ് ചെയ്ത് ഗവൺമെന്റ് സമ്മതിക്കാത്ത പക്ഷം. റെക്ടിഫിക്കേഷൻ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഓക്കെ, ജസ്റ്റ് you can leave that point. Okay, rectification of errors and omission in GSTR rate. If after the submission of GSTR rate the ICO discovers any discrepancy there is on its own, not being the result of any security letter scrutiny. Okay, for scrutiny and audit inspection or enforcement proceeding, it should be rectified. Discrepancy in GSTR rate to file monthly during such discrepancy is not subject to പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്തെങ്കിലും GSTR റേറ്റ് ഫയൽ ചെയ്ത് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ്, എന്തോ തെറ്റ് സംഭവിച്ചു, തെറ്റ് സമയത്തെ നമ്മൾ കണ്ടെത്തി, അങ്ങനെയാണെങ്കിൽ കണ്ടെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക? തിരുത്തുമ്പോൾ എക്സ്ട്രാ ടാക്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൂടി അടക്കണം. The rectification is not allowed after 30th November following the end of financial year or the actual due date of the relevant annual statement. ഈ റെക്ടിഫിക്കേഷൻ അലോ ചെയ്യില്ല. ഇപ്പോൾ 2023-24 ഫിനാൻഷ്യൽ ഇയറിന്റെ റെക്ടിഫിക്കേഷൻ ഏത് വരെ ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത് സക്സീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിന്റെ 30th നവംബറിന്റെ ഉള്ളിലോ, അല്ലെങ്കിൽ നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടല്ലോ 23-24 അതിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നെയോ, വിച്ച് ഏർലിയർ, അതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതിന് മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യും. സാധാ റിട്ടേൺ റെക്ടിഫിക്കേഷൻ പോലെ തന്നെ മുമ്പ് റിട്ടേൺസിലൊക്കെ പറയുന്ന സീൻസ് ആണ്. അതൊന്നും അത്ര ഭീകരമല്ല, സിമ്പിൾ ആണ്. ഓക്കെ, ക്ലെയിം ഓഫ് TCS amount by the supplier. Supplier can take this amount of TCS as his credit in electronic cash ledger. നമ്മളെ TDS പോലെ തന്നെ ഈ TCS amount എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം എന്ന് പറയും. ഓക്കെ, നോട്ടീസ് ടു ഓപ്പറേറ്റർ. An officer not below the rank of deputy commissioner can issue notice. ഇതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന് എന്ത് ചെയ്യാം? ഈ നമ്മുടെ ഓഫീസറിന് ഇല്ലേ, നമ്മൾ GST ഓഫീസറിന് നോട്ടീസ് കൊടുക്കാം. GST ഓഫീസർ എന്ത് ചെയ്യും? നോട്ടീസ് എടുക്കും നമ്മളെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്. അത്ര വോളിയം ഓഫ് ഗുഡ്സോ അല്ല ഒരു ഗോഡൗണിൽ നമ്മളെ പ്രൊഡക്റ്റ് വല്ലതും കിടക്കുന്നുണ്ടെന്ന് അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇൻഫോർമേഷൻ സീക്കിംഗ്. ഓക്കെ, സോ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി കമ്മീഷണർ ക്യാൻ ഇഷ്യൂ നോട്ടീസ് ടു ആൻ ഓപ്പറേറ്റർ ആസ്കിംഗ് ഹിം ടു ഫർണിഷ് ഡീറ്റെയിൽ റിഗാർഡിംഗ് ടു വോളിയം ഗുഡ്സ് സർവീസസ് സപ്ലൈഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ലൈങ് ഇൻ ദി വെയർഹൗസ് ഓർ ഗോഡൗൺസ് എക്സെട്ര. സോ ഇതിൽ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചോദിക്കാം.
ഓക്കെ, ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിനോട് ചോദിക്കാമെന്ന്. ഓക്കെ, അതായത് ഫ്ലിപ്കാർട്ടിനോട് ആമസോണോട് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 15 വർക്കിംഗ് ഡേയ്സിൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി എത്രയാണ് വരിക, 25,000 CGST, അതായത് 25,000 SGST കൂടി വരും, ടോട്ടൽ 50,000 വരും. എന്താണ് എല്ലായിടത്തും CGST എന്ന് പറഞ്ഞു പോകുന്നത്, കാരണം നമ്മൾ പഠിക്കുന്ന ആക്ട് CGST ആക്ടാണ്, മനസ്സിലായോ? അപ്പം ഇത് ഇവിടെ ഉണ്ടാകുന്ന പോലെ തന്നെ അപ്പുറത്തെ SGST ആക്ട് ഉണ്ട്, അതിലും അത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി പഠിക്കുന്ന സാധനം എന്താ വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി രജിസ്ട്രേഷൻ ചാപ്റ്ററിലൊക്കെ അല്ലെങ്കിൽ കോമ്പോസിഷൻ സപ്ലയർ എന്നുള്ള ഏരിയയിലൊക്കെ പറഞ്ഞു പോയ കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ കുറച്ച് ജനറൽ പോയിന്റ്സ് ആണ്. അത് ഗെയിം ഇവിടെ റിപ്പീറ്റ് ചെയ്തതിനുള്ള റീസൺ എന്താ വെച്ചാൽ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം തോന്നി, അതാണ് റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന് രജിസ്ട്രേഷൻ നിർബന്ധമാണോ? യെസ്, നിർബന്ധമാണ്. രജിസ്ട്രേഷൻ നിർബന്ധമാണ് അല്ലേ? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫ്ലിപ്കാർട്ട് ആമസോണിൽ രജിസ്ട്രേഷൻ ചെയ്യണ്ടേ? ചെയ്യണം. ഓക്കെ, അതാണ് അങ്ങനത്തെ പോയിന്റ്സ്, കുറച്ച് ജനറൽ പോയിന്റ്സാണ് പറയുന്നത്. ജസ്റ്റ് കേട്ടിരിക്കുക. നിങ്ങൾ മുമ്പ് കേട്ട പോയിന്റ്സ് ആണ്. മുമ്പ് നിങ്ങൾ രജിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷനിൽ പറയാൻ പോകുന്നത്, രജിസ്ട്രേഷൻ ക്ലാസ് നമ്മൾ ഇട്ടിട്ടില്ല, നമുക്ക് പറയാൻ പോകുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. നോക്കാം. എവരി ഇക്കോ ഈസ് റിക്വയർഡ് ടു കളക്ട് TCS ഈസ് കമ്പൾസറി റിക്വയർഡ് ടു ഗെറ്റ് ഇറ്റ്സെൽഫ് രജിസ്റ്റേർഡ് അണ്ടർ GST. സോ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അവർക്ക് GST കളക്ഷൻ ഒക്കെ ഉള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. GST എന്താ പറയുക, TCS കളക്ഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ അവർ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഹു സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് ത്രൂ സച്ച് ഇക്കോ ഇസ് ഓൾസോ കമ്പൾസറി റിക്വയർഡ് ടു ഗെറ്റ് ദംസെൽഫ് രജിസ്റ്റേർഡ് അണ്ടർ GST. ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സപ്ലൈ ചെയ്യാൻ പോകുന്നവർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് അടുത്ത പോയിന്റ്. അല്ലേ ആണ്. പക്ഷെ അതിൽ കുറെ എക്സംഷൻ ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ, കുറെ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹവർ സർവീസ് സപ്ലൈങ് സർവീസസ് ത്രൂ സച്ച് ഇക്കോസ് ഹാവ് ബീൻ എക്സംപ്റ്റഡ് ഫ്രം രജിസ്ട്രേഷൻ. സർവീസ് സപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സർവീസ് സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. Then similarly, suppliers supplying goods through a such eco also be exempted from registration until their turnover crosses threshold limit for registration in the preceding and current financial year, subject to fulfillment of certain specified condition. അല്ലടാ, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്കും ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പുതിയ വന്ന അമെന്റ്മെന്റ്. ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ എക്സംഷൻ ഉണ്ട്, എന്ത് ചെയ്യേണ്ട, രജിസ്ട്രേഷൻ എടുക്കേണ്ട, ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവരെ. പക്ഷേ കുറച്ച് സ്പെസിഫൈഡ് കണ്ടീഷൻസ് ഉണ്ട് എന്നാൽ മാത്രമേ, അതായത് എനിക്ക് എന്ത് ചെയ്യാം, ഫ്ലിപ്കാർട്ട് ആമസോണിൽ രജിസ്റ്റർ ചെയ്യാം വിത്തൗട്ട് എന്ത് രജിസ്ട്രേഷൻ എടുക്കാതെ. പറ്റും. എൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്താൽ മാത്രം ഞാൻ രജിസ്ട്രേഷൻ എടുത്താൽ മതി. നമ്മുടെ ത്രഷോൾഡ് ലിമിറ്റ് ഇല്ല, 20 ലാക്ക് 40 ലാക്കിൻ്റെ കേസ്. നേരെ മറിച്ച് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി കണ്ടീഷൻസ് ഒന്നുമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യും, അതൊക്കെ തന്നെ കണ്ടീഷൻ, സിമ്പിൾ ആണ്. സ്പെഷ്യൽ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ എടാ, അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല. അത് എന്തുകൊണ്ടാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ രജിസ്റ്റർ ചെയ്യുന്നത്, മീൻസ് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ കച്ചവടം ചെയ്യുന്നവരോട് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ പറയുന്നതിന്റെ റീസൺ എന്തായിരിക്കും? കമ്പൽസറി രജിസ്ട്രേഷൻ സെക്ഷൻ 24 അത് വരുന്നത്. എന്തായിരിക്കും അതിന്റെ റീസൺ, ലോജിക്ക് എന്തായിരിക്കും? ഇവിടെ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ നമ്മൾ ഒരു സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ക്രോസ് സ്റ്റേറ്റ് ക്രോസ് ചെയ്യും, അതായത് ഇന്റർ സ്റ്റേറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം അഡ്വർടൈസ് ചെയ്ത മീൻസ് അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ കേരളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അതിന്റെ ആൾക്കാർ വാങ്ങുക, ആയിരിക്കുമോ? അല്ല, മിക്കവാറും ഓടുന്ന് വാങ്ങും, തമിഴ്നാട്ടിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്. ഒരു വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം അല്ലേ, അതിന് ഓടുന്ന് വാങ്ങുമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ വരാം. സോ ഡെഫിനറ്റ്ലി അവിടെ ഇന്റർ സ്റ്റേറ്റ് സംഭവിക്കാം. അതാണ് അതിന്റെ ലോജിക്ക്. ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്ന് പറഞ്ഞിരുന്ന ലോജിക്ക് അതായിരുന്നു. പക്ഷെ അതിലൊരു മാറ്റം വന്നു. എന്താണ് ആ മാറ്റം? നിങ്ങൾ ഗുഡ്സ് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യാതിരിക്കണം. 2, ഞങ്ങൾ കുറച്ച് കണ്ടീഷൻ പറയും, ആ കണ്ടീഷൻ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ കണ്ടീഷൻ അനുസരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. GST രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ ഫ്ലിപ്കാർട്ട് ആമസോണിലൂടെ നിങ്ങൾക്ക് വിൽക്കാം. ഓക്കെ, പുതിയ വന്ന അമെന്റ്മെന്റ് ആട്ടാ, കഴിഞ്ഞ ജൂൺ 2024 അറ്റംപ്റ്റിന് വന്ന, അല്ലെങ്കിൽ മെയ് 2024 അറ്റംപ്റ്റിന് വന്ന അമെന്റ്മെന്റ് ആയിരുന്നു. സ്പെഷ്യൽ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ഇക്കോ ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ത്രൂ ഇറ്റ് ബൈ പേഴ്സൺ എക്സംപ്റ്റഡ് ഫ്രം റിട്ടേൺ രജിസ്ട്രേഷൻ. അതായത് മേലെ പറഞ്ഞതിന്റെ ആ സ്പെഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇക്കോ ഷാൽ അലോ സപ്ലൈ ഓഫ് ഗുഡ്സ് ത്രൂ ഇറ്റ് ബൈ ദ സെഡ് പേഴ്സൺ ഓൺലി ഇഫ് ദി എൻറോൾമെന്റ് നമ്പർ ഹാസ് ബീൻ അലോട്ടഡ്. ഇത് നമ്മൾ രജിസ്ട്രേഷനിൽ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എൻറോൾമെന്റ് നമ്പർ കിട്ടണം. GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും ഒരു എൻറോൾമെന്റ് നമ്പർ കോമൺ ബോട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും, അങ്ങനെ കിട്ടണം. ദെൻ ഇന്റർ സ്റ്റേറ്റ് അലോ ചെയ്യാൻ പാടില്ല. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ നമ്മളെ എന്നെ റെസ്ട്രിക്ട് ചെയ്യും, നീ ഇന്റർ സ്റ്റേറ്റ് പറ്റൂല, നിനക്ക് ഇന്റർ സ്റ്റേറ്റ് പറ്റൂല. അപ്പം ഫ്ലിപ്കാർട്ട്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ, ഫ്ലിപ്കാർട്ടിലൂടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ എന്നെ എന്ത് ചെയ്യില്ല, ഔട്ട് ഓഫ് കേരള ഡിസ്പ്ലേ ചെയ്യില്ല ഈ പ്രോഡക്റ്റ് ഒന്നും മിക്കവാറും. ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് ആരെങ്കിലും ഇത് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ ഓർഡർ സ്വീകരിക്കാൻ പറ്റൂല. TCS കളക്ട് ചെയ്യോ? രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ TCS കളക്ട് ചെയ്യലുള്ളൂ. ഞാൻ GST രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോണിൽ വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് TCS കളക്ട് ചെയ്യില്ല. ദ ഇക്കോ ഷാൽ ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈസ് ഗുഡ് ത്രൂ ഇൻ ഫോം GST റേറ്റിൽ കാണിക്കും ആ സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ മെയിൻ പോയിന്റ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ അലോ ചെയ്യില്ല, TCS കളക്ട് ചെയ്യില്ല, അതേപോലെ എൻറോൾമെന്റ് നമ്പർ വേണം. ഓക്കെ,
Further, by multiple ICO are involved a single supply goods through ICO platform, the ICO shall mean ICO finally releases the payment. ഇതെന്താ വെച്ചാൽ കുറേ ഇക്കോസ് ഇടയിലിടയിൽ നമുക്ക് താഴെ വരുന്നുണ്ട്. കുറേ ഇക്കോസ് ഇങ്ങനെ ഇടയിലിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇക്കോസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ഇക്കോ എന്ന് പറഞ്ഞ ഒരാളെ മീൻ ചെയ്യുള്ളൂ. മൾട്ടിപ്പിൾ ഉള്ളിലുള്ള ആൾക്കാരൊന്നും ഇക്കോ ആയിട്ട് മീൻ ചെയ്യില്ല. ഫൈനലി പേയ്മെന്റ് റിലീസ് ചെയ്യുന്ന ആരാണോ അയാളാണ് ഇക്കോ എന്ന് പറഞ്ഞത്. അത് നോക്കണ്ട. എന്നുവെച്ചാൽ മൾട്ടിപ്പിൾ ഇക്കോസ് ഉണ്ടോ, കുറേ ഒരു ചെയിൻ ഓഫ് ഇക്കോസ് ഉണ്ടാവും. സോ ഇതിൽ ഏതാണ് യഥാർത്ഥ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആസ് പെർ GST എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പേയ്മെന്റ് റിലീസ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് ലയബിലിറ്റി ടു ഡിഡക്ട് ടു കളക്ട് TCS. അതാണ് സംഭവം. സ്പെഷ്യൽ പ്രൊസീജിയർ ടു അലൗഡ് ബൈ ഇക്കോ ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ത്രൂ ഇറ്റ് ബൈ അണ്ടർ കോമ്പോഷൻ സ്കീം. ഇത് കോമ്പോഷൻ നമ്മളെ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. കോമ്പോഷന്റെ നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോയിന്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും പറയുന്നു. ദെൻ കോമ്പോഷൻ ടാക്സ് പെയറിന് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പണ്ട് പറ്റൂലായിരുന്നു, ഇപ്പൊ പറ്റും. പക്ഷെ എന്താണ് സ്പെഷ്യൽ കണ്ടീഷൻ? എന്താ? ഇന്റർസ്റ്റേറ്റ് അലോ ചെയ്യൂല, TCS കളക്ട് ചെയ്യൂല, ഫോം 8 കാണിക്കണം. മേലെ പറഞ്ഞ 3 പോയിന്റ് റിപ്പീറ്റേഷൻ അല്ലേ? അതായത് ഇപ്പൊ ഞാൻ കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്റർസ്റ്റേറ്റ് പാടില്ല. ഇന്റർസ്റ്റേറ്റ് പാടില്ലാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് മുമ്പ് ലോജിക്കലി എന്ത് പാടില്ലായിരുന്നു? ലോജിക്കലി അല്ല, അതായത് ലോജിക്ക് അതാണ് പറയുന്നത്. വെച്ചാൽ മുമ്പ് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനൊരു കോമ്പോഷൻ ടാക്സ് പെയർ ആണെങ്കിൽ എനിക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലായിരുന്നു. പിന്നെ ആ ചേഞ്ച് വന്നു. എന്താണ് ആ ചേഞ്ച്? ചേഞ്ച് വന്നത് ഇതാടാ. കോമ്പോഷൻ ടാക്സ് പെയർ ആണെങ്കിലും നിനക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ ഫ്ലിപ്കാർട്ട് ആമസോണിൽ രജിസ്റ്റർ ചെയ്യാം. ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിൽ രജിസ്റ്റർ ചെയ്ത് അതിലൂടെ വിൽക്കാം. പക്ഷേ സ്പെസിഫൈഡ് കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? മേലെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കണേ. അതോട് പറഞ്ഞില്ല. അതുകൊണ്ട് എൻറോൾമെന്റ് നമ്പർ ഒക്കെ എടുക്കുക. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നെ റെസ്ട്രിക്ട് ചെയ്യും. എന്തിനു റെസ്ട്രിക്ട് ചെയ്യും? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്യും. അപ്പോൾ പിന്നെ സമാധാനമില്ല, വലിയ പ്രശ്നമില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്? ഇത് കുറെ ആൾക്കാർക്ക് പ്രശ്നമായി എന്ന് വെച്ചാൽ എല്ലാവരും ഫ്ലിപ്കാർട്ട് ആമസോണിലൂടെ വിൽക്കാൻ പറ്റുന്നില്ലല്ലോ. രജിസ്റ്റർ ചെയ്താൽ മാത്രമല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോമ്പോഷൻ ടാക്സ് അവർക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവരും കൂടി ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ റിഗാർഡിംഗ് GST സർവീസ് സപ്ലൈ റെസ്റ്റോറൻറ്റിന്റെ കേസ് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ വരുമ്പോൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 വരിക. അതിലൂടെ വരുമ്പോൾ അവിടെ TCS ഇല്ല, TCS കളക്ട് ചെയ്യില്ല. അവിടെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഡയറക്റ്റ് ടാക്സ് അടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് പഠിക്കും. ഓക്കെ, ചാപ്റ്റർ നമ്പർ 6 പഠിക്കുന്നത്. ഓക്കെ, ചാർജ് ഓഫ് GST പഠിക്കും. റേറ്റ് ഓഫ് ടാക്സ് അല്ല, സോറി, ചാർജ് ഓഫ് GST പഠിക്കും. സോ വുഡ് ഇക്കോസ് ഹാവ് ടു സ്റ്റിൽ കളക്ട് TCS അണ്ടർ സെക്ഷൻ 52? ഇല്ല, വിൽ ലോങ്ങർ കളക്ട്. സെക്ഷൻ 9 സബ്സെക്ഷൻ 5 വരുന്ന സാധനമാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സർവീസ് അതിൽ വരില്ല. ഇക്കോ ഹാവ് ടു മാൻഡറ്റ്ലി ടേക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വേണ്ട. ഓൾറെഡി രജിസ്റ്റർഡ് ആണ്, സെപ്പറേറ്റ് എടുക്കേണ്ട. വാട്ട് വുഡ് ബി അഗ്രിഗേറ്റ് ആണ്, അവർ എന്തായിരിക്കും? ഷാൽ ഇൻക്ലൂഡ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ചാർജ് ഓഫ് GSTയിൽ ആ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 കണക്ട് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. എന്നിട്ട് ഇത് എന്തോ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ചാർജ് ഓഫ് GST നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട്. അപ്പം ഇതൊന്ന് തിരിച്ച് നിങ്ങൾ വന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വേറെന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് TCS ലയബിലിറ്റി. മൾട്ടിപ്പിൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിൽ ഒരു ചെയിനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസിൽ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള കേസാണ്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സർക്കുലർ വന്നായിരുന്നു. ഞാൻ എല്ലാ സർക്കുലറും എൻ്റെ ബുക്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു സർക്കുലർ ആയിരുന്നു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. നോക്കാം. ഇൻ എ സിറ്റുവേഷൻ വേർ മൾട്ടിപ്പിൾ ഇക്കോസ് ആർ ഇൻവോൾവ് ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അപ്പോൾ ദോ പ്ലാറ്റ്ഫോം വേർ ദി സപ്ലയർ സൈഡ് ഇക്കോ himself is not supplier in the said supply who is liable to compliance. ഇത് ഈ സെക്ഷൻ 52 ഇതിൽ ആര് കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ്? അതാണ് ഇന്നത്തെ പ്രശ്നം. ഇവിടെ കുറേ ഇക്കോ ഉണ്ടല്ലോ. ഇപ്പോൾ TCS കളക്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആര് ചെയ്യുന്നത്? ഇവിടെ ബയ്യർ സൈഡ് ഒരു ഇക്കോ ഉണ്ട്, സപ്ലയർ സൈഡും ഒരു ഇക്കോ ഉണ്ട്. അപ്പം ഇതിൽ ഏത് സൈഡ് ഇക്കോ ആണ് ഈ പറഞ്ഞ എന്താ പറയുക TCS കളക്ട് ചെയ്യുന്നത്? സിമ്പിളാണ്, നമുക്ക് ആലോചിച്ചാൽ കിട്ടും. ആർക്കാ പേയ്മെന്റ് കൊടുക്കുന്നത്? സപ്ലയർക്കല്ലേ. സോ അതുകൊണ്ട് തന്നെ ഏത് ഇക്കോ ആടാ ഫൈനൽ റിലീസ് ഓഫ് പേയ്മെന്റ് ആരാ നടത്തുന്നത്? സപ്ലയർ സൈഡ് ഇക്കോ. അതുകൊണ്ട് കളക്ട് ചെയ്യുന്ന ആരായിരിക്കും? സപ്ലയർ സൈഡ് ഇക്കോ. ദ കംപ്ലൈൻസ് അണ്ടർ അതാണ് ഇൻക്ലൂഡിംഗ് കളക്ഷൻ ഈസ് ഡൺ ബൈ സപ്ലയർ സൈഡ് ഇക്കോ ഫൈനലി റിലീസസ് ദ പേയ്മെന്റ് ടു സപ്ലയർ. ഓക്കെ, ബയർ സൈഡ് ഇക്കോ വിൽ നെയ്തർ റിക്വയർ ടു കളക്ട് TCS വിൽ നോട്ട് റിക്വയർ ടു മേക്ക് എനി അതർ കംപ്ലൈൻസസ്. സോ സപ്ലയർ സൈഡ് ഇക്കോ ആണ് ഇവിടെ കംപ്ലൈൻസ് നടത്തുക. കാരണം ഇയാളാണ് പേയ്മെന്റ് നടത്തുന്നത് അല്ലേ? പേയ്മെന്റ് ഫൈനലി സപ്ലയർക്ക് പേയ്മെന്റ് നടത്തുന്ന ആരാ? സപ്ലയർ സൈഡ് ഇക്കോ ആണ്. സോ ഡെഫിനറ്റ്ലി അയാളാണ് സെക്ഷൻ 52 പാലിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇനി മൾട്ടിപ്പിൾ സപ്ലൈസ് അക്കോസ് ആർ ഇൻവോൾവ് ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോത്ത് ത്രൂ ഇക്കോ പ്ലാറ്റ്ഫോം ആൻഡ് സപ്ലൈസ് ആർ ഇക്കോ ഈസ് ഹിംസെൽഫ് ഈസ് ആൻ ഇക്കോ. ദാറ്റ് മീൻസ് ഇവിടെ സപ്ലയർ തന്നെ ഒരു ഇക്കോ ആണ്, അതേപോലെ തന്നെ ബയർ സൈഡ് ഒരു ഇക്കോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് കളക്ട് ചെയ്യും? ഇപ്പോൾ TCS കളക്ട് ചെയ്യുന്ന ബയർ സൈഡ് ഇക്കോ ആയിരിക്കും. കാരണം ഇയാളേക്ക് പേയ്മെന്റ് ഫൈനലി കൊടുക്കുക. സപ്ലയറെ ഇക്കോ ആണ്, പക്ഷേ ഇത് നടക്കുന്നത് വേറൊരു ഇക്കോ വഴിയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണെന്നാണ് പറയുന്നത്. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി പെർസ്പെക്റ്റീവ്. ഓക്കെ, വൺ സെക്.
ഓക്കെ, ഇനി നമുക്കുള്ളത് MCQസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, MCQസും ക്വസ്റ്റ്യനും കഴിഞ്ഞാൽ TCS TDS ഉള്ള പോർഷൻ കഴിഞ്ഞ് അടിപൊളി. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം MCQസ്, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ്. ഓക്കെ, എല്ലാം എക്സാം ടൈപ്പ് പോലെ തന്നെയുള്ള പ്രോബ്ലംസും അതുപോലെ MCQസ് തന്നെയാണ്. നോക്കാം. സോ ഫസ്റ്റ് MCQ, വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് TCS അണ്ടർ CGST? ഇവിടെ CGST സ്പെസിഫിക്കലി പറയുന്നുണ്ട്, കണ്ട TCS അണ്ടർ CGST. ഇവിടെ ആരും 1 കൊണ്ട് എഴുതരുത്, മനസ്സിലാവും. അപ്പം അങ്ങനെ ചോദിക്കാന്നുണ്ടെങ്കിൽ അർത്ഥം ആ CGSTയിൽ എത്രയെന്നുള്ളതാണ്. അപ്പോൾ 0.5% ആണ് TCS. അതേപോലെ മണവാളൻ ലിമിറ്റഡ് ഹാസ് സപ്ലൈ ഗുഡ്സ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റിക്കാണ് ഗുഡ്സ് സപ്ലൈ ചെയ്തത്. 7,50,056 ആണ്. ഇൻക്ലൂസീവ് ഓഫ് GST 12% ആണ്. സോ GST കൂടി ഇൻക്ലൂഡഡ് ആണ്. ഡിറ്റർമൈൻ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് സോഴ്സ്. എങ്ങനെ കാണുക ടാക്സ് ഡിഡക്റ്റഡ്? അപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് ടോട്ടൽ എത്ര വരിക? എത്ര പെർസെൻറ്റേജാണ്? 2% ആണ് TDS കട്ട് ചെയ്യേണ്ടത് ഏതിൻ്റെ മുകളിലാണ്? ടാക്സബിൾ വാല്യൂൻ്റെ മുകളിലാണ്. ഇവിടെ തന്നിട്ടുള്ളത് ടോട്ടൽ വാല്യൂ അല്ലേ, ഇൻക്ലൂസീവ് ഓഫ് GST അല്ലേ? അത് എക്സ്ക്ലൂസീവ് ഓഫ് GST ആക്കണം. അതായത് 7,56,000 എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്താൽ മതി. 7,56,000 ഡിവൈഡഡ് ബൈ 112% ചെയ്താൽ മതി അല്ലേ? അപ്പം എത്ര കിട്ടും? 6,75,000 കിട്ടും. ഇസ് ഈക്വൽ ടു 6,75,000. ഇതിൻ്റെ മുകളിൽ 2% ഇൻറ്റു 2%, അതായത് 13,500. ഓക്കെ, ഈ കാൽക്കുലേഷൻ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒരു എക്സാം ടൈപ്പ് MCQ ആണ്. What should be the e-commerce operator collect taxes? When should the e-commerce operator collect taxes? So 0.5% CGST and SGST. എപ്പോഴാണ് കളക്ട് ചെയ്യുക എന്നുള്ള ചോദിക്കുന്നത്. എപ്പോഴാണ് കളക്ട് ചെയ്യുക? വെൻ ഹി കളക്ട്സ് ദി കൺസിഡറേഷൻ ഓൺ ബിഹാഫ് ഓഫ് ദി സപ്ലയർ. സപ്ലയറുടെ ബിഹാഫ് നമ്മൾ മേലെ പഠിച്ചിരുന്നത്. സപ്ലയറുടെ ബിഹാഫ് ഓഫിൽ എപ്പോഴാണോ കളക്ട് ചെയ്യുന്നത്, ആ സമയം കൺസിഡറേഷൻ കളക്ട് ചെയ്യുന്നത് എപ്പോഴാണോ, അപ്പോഴാണ് TCS കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി TDS TCS റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ലെങ്തി ക്വസ്റ്റ്യൻ മനഃപൂർവ്വം ഇട്ടതാണ്, കാരണം ഈ ഒരു പ്രൊവിഷൻ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം. മണിഹർ എന്റർപ്രൈസസ് രജിസ്റ്റേർഡ് ഇൻ ഡൽഹി ഈസ് എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ക്ലൂസീവ്ലി ടു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏജൻസീസ് എക്സെട്ര ആൻഡ് പേഴ്സൺ നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 51. അപ്പോൾ TDS ആണ് അപ്ലിക്കബിൾ ആവുക. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യാണ്. ഇറ്റ് ഹസ് പ്രൊവൈഡഡ് ദി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സപ്ലൈസ് മെയ്ഡ് ദയർ കോൺട്രാക്ട് വാല്യൂ പേയ്മെന്റ് ഡ്യൂ അഗൈൻസ്റ്റ് ഈച്ച് ഓഫ് ദം ഇൻ ദി മന്ത് ഓഫ് ഒക്ടോബർ. സോ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ തന്നിട്ടുണ്ട്, പേയ്മെന്റ് ഡ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ TDS കട്ട് ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലാണ്, പേയ്മെന്റിന്റെ മുകളിലാണ്. പേയ്മെന്റ് ചെയ്യുമ്പോഴല്ലോ TDS കട്ട് ചെയ്യാം. സോ പേയ്മെന്റ് ആദ്യം നോക്കേണ്ടത് TDS വരുമോ ഇല്ലേ എന്നുള്ളത്. ദെൻ വരികയാണെങ്കിൽ ഇതിന്റെ മുകളിൽ കട്ട് ചെയ്യും, ഈ പേയ്മെന്റിന്റെ മുകളിലാണ് കട്ട് ചെയ്യുക. ഓക്കെ, നോക്കാം. ഫസ്റ്റത് ഇത് ഇൻക്ലൂസീവ് ഓഫ് GST എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട് കേട്ടോ. സോ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആണോ സ്പെസിഫിക്കലി നോക്കണം. പിന്നെ പെർസെൻറ്റേജ് താഴെ തന്നിട്ടുണ്ടാവും മിക്കവാറും. പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത്. ഓക്കെ, എത്രയാണ്? 18% ആണ് പെർസെൻറ്റേജ്. ഓക്കെ, ഫൈൻ. ഓരോ നോക്കാം. എത്ര ഉണ്ട്? 7 കേസസ് ഉണ്ട്. നോക്കാം. ഒന്നെന്താ? സപ്ലൈ ഓഫ് സ്റ്റേഷനറി ടു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിക്ക് സ്റ്റേഷനറി സപ്ലൈ 2,60,000 ഇൻക്ലൂസീവ് GST ആണ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആക്കി നോക്കി. 2,60,000 ഡിവൈഡഡ് ബൈ 118%. എത്രയാണ്? 2,20,000 കിട്ടുക അല്ലേ? 2,60,000 ഡിവൈഡഡ് ബൈ 118%, അതായത് 2,20,000 സംതിങ് കിട്ടുക. 2,20,000 പിന്നെ മാറ്റാം. 2,20,000 സംതിങ് കിട്ടുക. ഓക്കെ, സോ അത് എന്ത് ചെയ്യില്ല? TDS വരുമോ? TDS വരില്ല. സോ എന്തെങ്കിലും കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണ്ട. ഓക്കെ, നെക്സ്റ്റ് സപ്ലൈ ഓഫ് കാർ റെന്റൽ സർവീസസ് ടു മുനിസിപ്പൽ കോർപ്പറേഷൻ 2,95,000 ചെയ്ത് നോക്കാം. 2,50,000 എക്സീഡ് ചെയ്യേണ്ടത്, അതിനാണ് നോക്കുന്നത്. ഓക്കെ, 2,50,000 എക്സീഡ് ചെയ്യണം. സോ 2,95,000 ഡിവൈഡഡ് ബൈ 118%. നോക്കാം. 2,95,000 ഡിവൈഡ് ബൈ 118%. കറക്റ്റ് 2,50,000 ആയിരിക്കും. അപ്പോൾ സംശയം വരും, കറക്റ്റ് 2,50,000 വരുമ്പോൾ TDS വരുമോ? ഇല്ല, എക്സീഡ്സ് 2,50,000 ആവണം. സോ ഇതും TDS കട്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അതാണ്. ഇതൊക്കെ നോട്ടിൽ കൊടുക്കണം. ഈ പറഞ്ഞ കാൽക്കുലേഷനും വരില്ല എന്നുള്ളതൊക്കെ നോട്ടിൽ കൊടുക്കണം. ദെൻ അടുത്ത് സപ്ലൈ ഓഫ് ഹെവി മെഷീനറി ടു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ലൊക്കേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. സോ ഹെവി മെഷീൻ സപ്ലൈ ചെയ്യാൻ 5,90,000 ആണ്. വരുമോ? വരും, ഓഫ് കോഴ്സ്. എന്ത് വരും? 5,90,000 ഡിവൈഡഡ് ബൈ 118% നോക്കി. 5,90,000 ഡിവൈഡഡ് ബൈ 118%. എത്ര കിട്ടും? 5,90,000 ഡിവൈഡ് ബൈ 118%, അതായത് 5,00,000 കിട്ടും. സോ 5,00,000 മുകളിൽ 5,00,000 അല്ലേ? അപ്പോൾ വരൂലേ? 5,00,000 മുകളിലാണ് TDS വരിക, അത് അതിൻ്റെ മുകളിലാണ് വരിക. 25,000 മുകളിലാണ് വരിക. എത്ര പെർസെൻറ്റേജ്? 25,000 ഇൻറ്റു 2%, അതായത് 500 രൂപ TDS കട്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഓരോന്നിൻ്റെ കാണണം. അടുത്തത് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ടു ഡൽഹി ഓഫീസ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് അസോസിയേറ്റ്. ഇത് ഇവിടെ ഒരു മിനിറ്റ്, ഇതിൽ എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? മണിഹർ എന്റർപ്രൈസസ് ഡൽഹിയാണ്, അതായത് സപ്ലയർ ഡൽഹിയാണ്. സപ്ലയർ ഇക്വൽ ടു ഡൽഹി. ഓക്കെ, ദെൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏജൻസീസ് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത എന്താ?
സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ടു ഡൽഹി ഓഫീസ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ഓക്കെ ഡൽഹി ഓഫീസിൽ ഇത് വരുമോ വരും ഇത് 2,50,000 എക്സീഡ് ചെയ്യും അപ്പോൾ 50,000 മുകളിൽ അഗെയിൻ 2% കളക്ട് ചെയ്യും നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് പോയി ചെക്ക് ചെയ്യാം യെസ് കളക്ട് ചെയ്ത് IGST ആണ് കാരണം അത് ഉത്തരാഖണ്ഡ് കൊടുത്തിരുന്നത് അതുകൊണ്ട് IGST ആണ് ഇത് നോക്കണേ ഇത് ഡൽഹിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ CGST SGH 1% വരിക ഓക്കെ നെക്സ്റ്റ് Interior decoration of Andhra Bhavan located in Delhi. Service contract is entered into government of Andhra Pradesh. Okay. Andhra Pradesh supplier Delhi ആണ് പ്ലേസ് ഓഫ് സപ്ലൈയും POSും ഡൽഹിയാണ് റെസിപ്പന്റ് എവിടെയാ ഏത് ഗവൺമെന്റിനാ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിനാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് സോ ഇതിന് TDS വരുമോ നമ്മൾ ആ പ്രൊവിഷൻ അനുസരിച്ച് വരുമോ സപ്ലൈയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരു ലൊക്കേഷനിൽ റെസിപ്പന്റ് വേറെ ലൊക്കേഷനിലാണ് വേറെ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എന്ത് വരില്ല TDS വരില്ല എന്ന് ഇവിടെ നോട്ടിൽ എഴുതി കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് സപ്ലൈ ഓഫ് പ്രിന്റഡ് ബുക്സ് ആൻഡ് പ്രിന്റഡ് പോസ്റ്റ് കാർഡ്സ് ടു വെസ്റ്റ് ഡൽഹി പോസ്റ്റ് ഓഫീസ് ഔട്ട് ഓഫ് ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ 9,72,000 കോൺട്രാക്ട് വാല്യൂ ഫോർ സപ്ലൈ ഓഫ് ബുക്സ് എക്സംപ്റ്റ് ഗുഡ്സ് ഉണ്ട് 7 lakh സപ്ലൈ ഓഫ് പ്രിന്റഡ് പോസ്റ്റ് കാർഡ്സ് 2,72,000 ഇത് ഇതിന്റെ മുകളിൽ വരിക ദാറ്റ് മീൻസ് പ്രിന്റഡ് പോഡ്കാസ്റ്റ് ഉണ്ട് അതേപോലെ എക്സംപ്റ്റ് സപ്ലൈ ഉണ്ട് സെക്ഷൻ സപ്ലൈ കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതിന്റെ മുകളിലാണ് അപ്ലൈ ചെയ്യാം നോക്കാം എന്താ നോട്ട് നമ്പർ 6 നോക്കാം നോട്ട് നമ്പർ 6 കോൺട്രാക്ട് ഓക്കെ ഇഫ് ദ കോൺട്രാക്ട് ബോത്ത് എക്സംപ്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് മാത്രം എടുക്കുക ടാക്സബിൾ എക്സീഡ് ചെയ്തിരിക്കണം 2,50,000 നോക്കും ഇവിടെ 2,72,000 ഇതിന് ടാക്സബിൾ വാല്യൂ ഇൻക്ലൂസീവ് GST അത് എടുക്കുമ്പോൾ എത്ര വരുള്ളൂ 2,30,000 വരുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇവിടെ TDS കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സോ ടാക്സബിളും എക്സംപ്റ്റും ഒരുമിച്ച് തരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതിന് ടാക്സബിൾ മാത്രം വേർതിരിച്ചെടുത്തിട്ട് അത് എക്സീഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം ഓക്കെ ലാസ്റ്റ് കേസ് മുനിസിപ്പൽ ഇവിടെ ഓക്കെ maintenance of street lights in municipal area of East Delhi. The maintenance of contract entered into Municipal Corporation of Delhi also involves replacement of different lights and other space. However, the value of supply of goods is not more than 25% of the value of composite supply. An activity in relation to any function under the municipality under Article 243 of Constitution. It is exempt. എക്സംഷനിൽ വരുന്ന ഒരു സ്പെസിഫിക് പ്രൊവിഷൻ ആണ് 25% കോമ്പോസിറ്റ് സപ്ലൈ വരുന്ന ഒരു കേസ് സോ അതിൽ ഇത് അക്സെപ്റ്റഡ് ആണ് വരിക ഇത് നമ്മൾ പഠിച്ചിട്ടില്ല എക്സംഷൻസ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ സാധനം വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാവും സോ ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് എക്സംഷൻസ് ഓൾസോ മനസ്സിലായോ എക്സംഷനിലും കൂടി കണക്റ്റഡ് ആണ് ഈ പറഞ്ഞ സാധനം ഓക്കെ ഫൈൻ ഓക്കെ സോ ഇത്രേ ഉള്ളൂ അത് അക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞു 25% മോർ ദാൻ അക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ സോ ദാറ്റ്സ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇതൊരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമോ ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്താ പറയാ ഇതൊരു എക്സാം ടൈപ്പ് തന്നെയാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഫൈനൽ ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം ഓക്കെ TDS മാത്രമായിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം 7 മാർക്കിന് വേണമെങ്കിൽ ചോദിച്ചൂടെ 7 മാർക്കിനുള്ള 7 പോയിന്റ് ഉണ്ട് വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ വേറെ എന്താ ചോദിച്ചാൽ വലിയൊരു ആൻസർ ബി ഡിഫറൻസ് മണിയർ എന്റർപ്രൈസ് കോമ്പോഷൻ സ്കീം ഈ മണിയർ സപ്ലൈ ഒരു കോമ്പോഷൻ ആണെങ്കിൽ ആൻസർ മാറും ഇല്ല സെയിം ആണ് കോമ്പോഷൻ ആണെങ്കിൽ പ്രൊവിഷൻ വിൽ ബി സെയിം നോ ആൻസറും ചേഞ്ച് ചെയ്യില്ല ഓക്കെ ദാറ്റ്സ് ഓൾ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 2 രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ TDSൽ നോക്കാം CG department located at Uttar Pradesh is registered with the commercial tax department UP state for deducting GST Uttar Pradesh ലൊക്കേറ്റ് ചെയ്താണ് GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് 10 days to contract with the public sector undertaking PSU ടെൻഡർ ചെയ്ത് registered under GST in the state of Delhi for supplying goods ഇത് നമുക്കൊക്കെ സപ്ലയർ എന്താ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ് റെസിപ്പന്റ് ഒരു PSU ആണ് then എന്താ registered under GST supplying goods 3,50,000 ആണ് വാല്യൂ PSU argue no tax is deductible on this supply by the central government. Deduct ചെയ്യേണ്ട ആവശ്യമില്ല ടാക്സ് ഒന്നും as it is located outside the state of Uttar Pradesh. Outside state of Uttar Pradesh ആണ് therefore not liable to tax under CGST, SGST. It is local levy and IGST. Tax deduction is not applicable. സോ DDS എന്താ പറയുക DDS വരില്ല ഇന്റർ സ്റ്റേറ്റ് ഒക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് ലൊക്കേറ്റഡ് അനദർ സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ വരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല കറക്റ്റ് ഇവിടെ എന്തുകൊണ്ട് DDS വരില്ല ഇത് എന്താ പറയുക ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവിടെ TDS വരില്ല അതാണ് അതിന്റെ ആൻസർ ഓക്കെ നോക്കാം certain specified person ഇവിടെ ഇത് കൊടുക്കുകയാണ് കോൺട്രാക്ട് എക്സീഡ് 2,50,000 tax is not liable to deduct where supply of goods has been taken by one specified person to another specified person അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ടു PSC ആയതുകൊണ്ട് തന്നെ എന്ത് വരില്ല TDS കട്ട് ചെയ്യില്ല അതാണ് ഇവിടുത്തെ ആൻസർ വരിക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വുഡ് ബി യുവർ ആൻസർ ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് PSU ഇറ്റ് വാസ് എൻറ്റിറ്റി ഇൻ പ്രൈവറ്റ് സെക്ടർ ഇവിടെ PSUവിന് പകരം അതൊരു എൻറ്റിറ്റി ഓഫ് പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിലോ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ
PSU അല്ല, ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആൾ പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റിയാണ്. അങ്ങനെയാണെങ്കിലോ വരും, ആപ്ലിക്കബിൾ ആയിരിക്കും. TDS വിൽ ബി ആപ്ലിക്കബിൾ അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ലിക്കർ ടു ഡിഡക്ട് IGST at 2% ഡിഡക്ട് ചെയ്തിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഇഫ് ദി പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റി അണ്ടർടേക്സ് വർക്ക് കോൺട്രാക്ട് ഫോർ ദി അബൌട്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഡ്യൂറലി വാട്ട് വിൽ ദി പൊസിഷൻ ഓഫ് ടാക്സ് റിഡക്ഷൻ ആൻഡ് വെൻ ദി കോൺട്രാക്ട് വാല്യൂ 5 lakh. പ്രൈവറ്റ് എൻറ്റിറ്റി വർക്ക് കോൺട്രാക്ട് എടുത്തു, ന്യൂഡൽഹി ഡിപ്പാർട്ട്മെന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ TDS കട്ട് ചെയ്യും. 5 lakh ആണത്. 2,50,000 എക്സീഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെ TDS കട്ട് ചെയ്യില്ലേ? TDS കട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റി എവിടെയാ? ന്യൂഡൽഹിയാ. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ്. ഡിപ്പാർട്ട്മെന്റ് ന്യൂഡൽഹിയാണ്. പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റി വർക്ക് കോൺട്രാക്ട് എടുത്ത് വാട്ട് വിൽ പൊസിഷൻ എന്ന് കൊണ്ട് ഇവിടെ വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈ സെയിം സ്റ്റേറ്റ് ആണ്. ലൊക്കേഷൻ ഓഫ് റിസീപ്പൻറ്റ് UP ആണ്. സോ പ്രൈവറ്റ് സെക്ടറും ഡൽഹിയാണ്. അതുപോലെ തന്നെ ഈ സപ്ലൈയുടെ ലൊക്കേഷൻ ഡൽഹിയാണ്. പ്ലേസ് ഓഫ് വർക്ക് കോൺട്രാക്ട് എടുത്തതും ഡൽഹിയാണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് കിടക്കുന്ന UPയിലായതുകൊണ്ട് തന്നെ റെസിപ്പൻറ്റ് വേറെ സ്റ്റേറ്റിലായതുകൊണ്ട് TDS അപ്ലിക്കബിൾ ആവില്ല. അതാണ് തേർഡ് പ്രൊവിഷൻ. ഓക്കെ, അതിവിടെ മനസ്സിലാക്കേണ്ടത് മേലെന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ ഡിപ്പാർട്ട്മെന്റാണ്. പ്രൈവറ്റ് സെക്ടറിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ് പരിപാടി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, the disbursing officer has not paid the tax deducted in the month of February 2019 amounting to 2 lakh under CGST, 2 lakh under SGST to the government account of the relevant due date, but has paid it on 14th May. ഫെബ്രുവരിത്തെ ഒരു ടാക്സ് എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. TDS അടച്ചിട്ടില്ല. അടക്കേണ്ടത് എപ്പോഴാണ്? നെക്സ്റ്റ് മന്തിലെ 10th, അതായത് March 10th. അത് അടക്കേണ്ടത് എവിടെ കൊണ്ട് അടച്ചേ? 14th May കൊണ്ട് അടച്ചേ. സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് വരൂലേ? ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണിത്. 10th 10/3/2019 അടക്കേണ്ടത്. ഫെബ്രുവരിത്തെ നെക്സ്റ്റ് മന്തിലെ അടക്കേണ്ടത്, അതായത് March 10th. അടച്ചത് 14th തീയതി. സോ എത്ര ഡേയ്സ് ഡിഫറൻസ് ഉണ്ട്? 65 days ഡിഫറൻസ്. സോ എത്ര ഇൻട്രസ്റ്റ് വരിക? 2 lakh ആണ് CGST, 2 lakh SGST, രണ്ടിലും വരും. 2 lakh into 18% 65/365. ഇത് CGSTയിലും SGSTയിലും രണ്ടിലും വരും. ലേറ്റ് ഫീസ് വരുമോ? അടുത്ത പോയിന്റിലാണ്. ഫർദർ റിട്ടേൺ ഫോർ ദ മണി ഓൾസോ ഫയൽ ഓൺ ദാറ്റ്. റിട്ടേണും ചെയ്തിട്ടില്ല. റിട്ടേണും ഡ്യൂ ഡേറ്റ് ഇതുണ്ട്. റിട്ടേൺസിന്റെ ലേറ്റ് ഫീ നമ്മൾ പഠിക്കുന്ന എവിടെയാണ്? റിട്ടേൺസ് എന്നുള്ള ചാപ്റ്ററിലാണ്. വാട്ട് ആർ ദി കോൺസിക്വൻസ് ഓൺ സച്ച് ചെയ്തു. അപ്പം ആ റിട്ടേൺ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത്? 65 days ലേറ്റ് ആണ്. 25 rupees ആണ് പെർ ഡേ ലേറ്റ് ഫീ വരിക, അല്ലെങ്കിൽ 1000 rupees വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഏതാ വരിക? 1000 rupees വിച്ച് എവർ ഈസ് ലോവർ അല്ലേ വരിക. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. TDSന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് CG ഇഷ്യൂ TDS സർട്ടിഫിക്കറ്റ് ടു പ്രൈവറ്റ് എൻറ്റിറ്റി ഓൺ 31st May. എപ്പോഴാണ് TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്? 10th day, 10 days ഉണ്ട്. സോ ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാ? ഇല്ല, 31st May ഇഷ്യൂ ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ അതിലും ലേറ്റ് ഫീ വരൂലേ അല്ലേ? ആക്ച്വൽ ഡേറ്റ് എന്നാ? 31st. ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് 19th. ഇവിടെ ഡ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് 19th 5/19 ആണ്. ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് 31st 5 ആണ്. 12 days ഡിലേ ആണ്. സോ 100 rupees പെർ ഡേ വെച്ച് ഈ ഡിലേ ഈ സാധനം പഠിക്കുന്നത് ഇതവിടെ മേലെ പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രൊവിഷൻ GSTR 7A ഡ്യൂ ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ 100 per day പെനാൽറ്റി ഉണ്ട്. അത് നോക്കി വെച്ചോ, ഞാൻ മേലെ പറഞ്ഞില്ല. അപ്പോൾ 5,000 rupees വിച്ച് ഈസ് ലോവർ. ഓക്കെ, സോ ഇവിടെ എത്ര ദിവസമാണ്? 5 ദിവസമാണ്. 12 ദിവസമാണ് ഡിലേ ആയത് ഈ പറഞ്ഞ ലേറ്റ് ഫീ, ഈ TDS സർട്ടിഫിക്കറ്റ് അടക്കാൻ. കഴിഞ്ഞില്ലേ? That's all about. അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടോ? പ്ലസ് എന്തോ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അത്? GSTR 7A ഇഷ്യൂ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എപ്പോൾ ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. 5 days ഇഷ്യൂ ചെയ്യണം സർട്ടിഫിക്കറ്റ്, 5 days. ഓക്കെ, ദെൻ ഇതിൻ്റെ ലേറ്റ് ഫീ 100 per day. ലേറ്റ് ആയി കഴിഞ്ഞാൽ 100 per day. ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെച്ചോണ്ടിട്ടാ. ഇവിടെ പറഞ്ഞിട്ടില്ല, ഇഷ്യൂ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. 5 days കൊണ്ട് ഇഷ്യൂ ചെയ്യണം. അവിടെ 14th അല്ലേ നമ്മുടെ ഡേറ്റ്? അവിടെ നിന്ന് മീൻസ് ഡെപ്പോസിറ്റ് ചെയ്ത് വിത്തിൻ 5 days, അതായത് 19th ഡെപ്പോസിറ്റ് ചെയ്യണം. ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് 31st. സോ 12 ദിവസം ഡിലേ വന്നു. അങ്ങനെയാണ് 100 രൂപ വെച്ച് 100 വെച്ച് 12 ദിവസം 1200 വന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടില്ല, മിസ്സായതാണ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്.
ഓക്കെ ഫൈൻ. അതായത് TDS ആൻഡ് TCSന്റെ പ്രൊവിഷൻ മൊത്തം കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. TDS TCS വേണമെങ്കിൽ ഒന്നും കൂടി റീവൈൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം TCS മാത്രം. സെക്ഷൻ 52 TCS പറയുന്നത് ആർക്കാണ് അപ്ലിക്കബിൾ? ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിനാണ് അപ്ലിക്കബിൾ. എത്ര പെർസെൻറ്റേജ്? 0.5% CGST, 0.5% SGST. ഏതാ നോക്കുക? അഗ്രിഗേറ്റ് വാല്യൂ ടോട്ടൽ സെയിൽസ് എത്രയാണ്? റിട്ടേൺസ് മൈനസ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് TCS കളക്ട് ചെയ്യുക. ദെൻ GST റേറ്റ് 10th ഓഫ് ദി മെയിനുള്ളിൽ 10th ഓഫ് ദി നെക്സ്റ്റ് മന്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ANB ആണ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് 31st ഡിസംബറിനുള്ളിൽ ഫയൽ ചെയ്യണം നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ. ദെൻ ബാക്കിയുള്ളതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ 30th എന്ന് വെച്ചാൽ റെക്ടിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പോയിന്റ്. ഇ-കൊമേഴ്സ് ഓപ്പറിന്റെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ രജിസ്ട്രേഷനിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റാ. ഈ പോയിന്റ് കോമ്പോഷനിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റാ. ദെൻ 9 സബ്സെക്ഷൻ 5ന്റെ ഒരു റിലേറ്റഡ് പോയിന്റ് പറഞ്ഞ് അവർക്ക് CGS കളക്ട് ചെയ്യില്ല. ദാറ്റ്സ് ഓൾ. മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് TDS ആൻഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ല കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ല. ലാസ്റ്റ് നോക്കിയാൽ മതി. ബിഫോർ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നോക്കിയാൽ മതി ചാപ്റ്റർ ഒക്കെ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബുക്ക് വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ PDF ഇല്ല. PDF ഇപ്പോൾ കൊടുക്കാനില്ല, ബുക്കാക്കിയല്ലോ. സോ ബുക്ക് വേണ്ടവർ എന്ത് ചെയ്യുക? താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും ബുക്ക് പർച്ചേസിന് വേണ്ടിയിട്ട്, ഓൾ ഇൻ വൺ ബുക്ക് പർച്ചേസിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുകളിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത ഓരോ ചാപ്റ്റർ ആയിട്ട് മൊത്തം ചാപ്റ്റർ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അടുത്ത ചാപ്റ്റർ ആയിട്ട് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.